ഹലോ, അസ്സലാമലൈക്കും. എല്ലാവർക്കും ഐമാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബട്ടർസ്കോച്ച് പുഡിംഗ് ആണ്. ഇനി നമ്മൾക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം അടുപ്പത്തൊരു പാത്രം വെക്കുക. അതിലേക്ക് 1/2 ലിറ്റർ പാല് ഒഴിക്കുക. തിളച്ച് വരുമ്പോൾ ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുക. നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യുക. മിൽക്ക് മെയ്ഡ് ഇതിൽ നല്ലോണം മിക്സായി കഴിഞ്ഞാൽ അതിലേക്ക് 1/4 കപ്പ് മിൽക്ക് പൗഡർ ആഡ് ചെയ്യുക. കുറേശ്ശെയായി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. മിൽക്ക് പൗഡർ നല്ലവണ്ണം ഇതിൽ മിക്സായി കഴിഞ്ഞാൽ അതിലേക്ക് 1/4 കപ്പ് നട്ട്സ് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. തിളച്ച് വരുന്നത് വരെ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഇതൊന്ന് നന്നായി തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് തണുക്കാൻ വെക്കാം. എടുത്ത് അതിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഇടുക. അതിന് ശേഷം ഒരു ബീറ്റർ ഉപയോഗിച്ച് നന്നായി ബീറ്റ് ചെയ്യുക. ഇതിൽ ഓൾറെഡി മധുരമുള്ളത് കൊണ്ട് ഞാൻ ഇതിൽ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. പരുവമാകുന്നത് വരെ ബീറ്റ് ചെയ്യുക. ഇനി ഇത് ക്രീം പരുവമായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബട്ടർസ്കോച്ചിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ബീറ്റർ വെച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. എനിക്ക് ഇതിലേക്ക് കുറച്ചും കൂടി ബട്ടർസ്കോച്ച് മിക്സ് വേണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായി ബീറ്റർ വെച്ച് മിക്സ് ചെയ്യുക. ഇതൊരു നല്ല ക്രീമി ആകുമ്പോൾ ബീറ്റർ ഓഫ് ചെയ്യാം. അതിന് ശേഷം 12 സ്ലൈസ് ബ്രെഡ് എടുക്കുക. അത് 4 ഭാഗവും കട്ട് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്തതായി അഭ്യർത്ഥിക്കട്ട ഒരു പാക്കറ്റ് 20 രൂപൻ്റെ മതിയാകും. അത് മിക്സിയിൽ പൊടിച്ചെടുക്കാം. ഇനി അടുത്തതായി ഒരു പുഡിംഗ് ട്രേ എടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം അതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. എൻ്റെ ബോൾ കുറച്ച് വലുപ്പമുള്ളത് കൊണ്ട് അതിൽ കട്ട് ചെയ്തിട്ട് ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്.
അതിനുശേഷം ബ്രെഡിൻ്റെ മുകളിൽ പാലിൻ്റെ മിക്സ് എല്ലായിടത്തും ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലായി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച അഭ്യർത്ഥിക്കട്ടയുടെ പൊടി ഇതിൻ്റെ മുകളിലായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിനുശേഷം വീണ്ടും അതിൻ്റെ മുകളിലായി ബ്രെഡ് സ്ലൈസ് വെച്ച് കൊടുക്കാം. വീണ്ടും ബ്രെഡിൻ്റെ മുകളിലായി നമ്മൾ പൊടിച്ച അഭ്യർത്ഥിക്കട്ടയുടെ പൊടി അതിൻ്റെ മുകളിലായി നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും അതിൻ്റെ മുകളിൽ പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും നന്നായി ഒഴിച്ചു കൊടുക്കുക. ശേഷം അതൊന്ന് നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. എല്ലായിടത്തും വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും നല്ലവണ്ണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഡെക്കറേഷൻ ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ ചെയ്യാം. ശേഷം 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ശേഷം സെർവ് ചെയ്യാം. ഇതാ ഇവിടെ നമ്മളെ ടേസ്റ്റിയായ ബട്ടർ സ്കോച്ച് പുഡിംഗ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.